ഓക്കെ അന്ന് പറയുന്നത് അച്ഛനറിയത്തില്ല ഗൈസ് എല്ലാ ദിവസവും ഞാൻ എത്ര രൂപ ഉണ്ടാക്കുന്നത്. ഗൈസ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സ്വത്തും എന്നോട് പറഞ്ഞതാരം പറഞ്ഞേടി ഇപ്പൊ അന്ന് പറയത്തില്ല ഗൈസ്, നമ്പർ പറയുന്നില്ല. പക്ഷെ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ഇലാസ്റ്റിക് മുണ്ട് കാര്യങ്ങൾ മൈബേര് കൊടുത്തില്ലായിരുന്നു, അതിന് ഹെവി ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടി. സ്വത്ത് എന്തായാലും നമ്പർ പറയുന്നില്ല. ഓക്കെ ഇറ്റ് സർവീസ്. ഓക്കെ എന്തായാലും ഹാപ്പിയാണ് ഗൈസ് ഞങ്ങള്. അതെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എല്ലാരും മൈബിൽ തന്നെ കോണ്ടാക്ട് ചെയ്തു, കുറെ പേര് വാട്സപ്പ് എടുത്തു. അതുകൊണ്ട് നമ്മൾ വാട്സപ്പിന് നമ്പർ എടുത്തു ഇന്നലെ. അപ്പൊ ഞാൻ ഇന്നത് നമ്മുടെ ബയോയിൽ ഇടും വാട്സപ്പ് നമ്പർ, അതിൽ നിന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഒത്തിരി നമ്പേഴ്സ് എന്റെ പോലെ നമ്മളെടുത്ത സ്റ്റോക്ക് കൂടുതൽ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വിളിച്ചു പറഞ്ഞത് രാവിലെ തന്നെ നല്ല ഗുഡ് ന്യൂസും കാര്യങ്ങളുമാണ്. എന്തായാലും ഗൈസ് നമ്മൾ ഇന്ന് തൊട്ട് 75 ഹാർഡും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. കാരണം നമ്മൾ സ്വത്തിനോട് ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു, എന്നിട്ട് നിറവേറ്റിയില്ലായിരുന്നു. എന്തായാലും നമ്മൾ ഇന്നോട്ട് അത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി വ്ളോഗും ഇന്നോട്ട് കാണും. എല്ലാ ദിവസവും ഇനി ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ആണെങ്കിലും എന്താണെങ്കിലും, മിക്കവാറും വലിയ വീഡിയോ ആണെങ്കിലും ചെറിയ വീഡിയോ ആണെങ്കിലും ഞാൻ എല്ലാ ദിവസവും ചിലപ്പോൾ ഷോർട്സ് ആവും, ചിലപ്പോൾ വ്ളോഗ് ആവും. പക്ഷേ എനിവേ ഐ വിൽ ബി അപ്ലോഡിങ് ഡെയിലി ഗൈസ്. ഓക്കെ ഉറക്കമാണ് ബാ. അപ്പോൾ ഗൈസ് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നറൂട്ടനെ കൊണ്ട് പുറത്താക്കണം. പോലും ഗേറ്റ് തുറന്ന് കിടക്കണം, നോക്കട്ടെ അവിടെ നിൽക്കണം മോനെ. ബാ ഡയറക്റ്റ് ഓടി അങ്ങോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പുറം നമ്മുടെ മൈബേ റൂംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവിടെ നിന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ ഗേറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ആലപ്പിയിലെ കൃപാസനത്തിൽ അല്ലെങ്കിൽ കലൂർ എവിടെയെങ്കിലും വന്ന് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നേക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം. അടിപൊളി റൂംസാണ്, പിന്നെ നമ്മുടെ പ്ലേസാണ് ഗൈസ്. ഇന്ന് വിഷുവായിട്ട് പടക്കമൊന്നും മേടിക്കണ്ട. പിന്നെ ഉറപ്പായിട്ടും ഇത് എത്ര രൂപയാണ് ഞാൻ ട്രേഡിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കണം, അത്ര രൂപ നമുക്ക് പടക്കം വാങ്ങിക്കാം. അത്ര വാങ്ങിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് പടക്കം വാങ്ങാം. ഈ പടക്കം പെട്ട പോലെ പൈസ ട്രേഡിങ് അടിച്ച് കളയും. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, പൈസയുടെ വാല്യൂ ഇതിനൊക്കെ അറിയാൻ മേലതാ. അച്ഛനറിയത്തില്ല ഗൈസ് എല്ലാ ദിവസവും ഞാൻ എത്ര രൂപ ഉണ്ടാക്കുന്നത്. ഫുഡ് കഴിക്കില്ല നോ. ഇതിലൂടെ ഈ ഗ്രേവി പോലെ സാധനം മിക്സ് ചെയ്ത് ചിക്കൻ്റെ കുറച്ച് മിക്സും കാര്യങ്ങളൊക്കെ കഴിക്കണം. ചിണ്ടൊക്കെ ഇടുക്കൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയോ പഠിച്ചെന്ന് അറിയത്തില്ല, യൂട്യൂബ് കൊണ്ട് പഠിച്ചാ. Are you ready bro? 3, 2, 1, go! ഇതേത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ? ഈ പാട്ടല്ലടാ മറ്റേത് ബജ്ജി ഇത് ബജ്ജി എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടും. നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാവേ? ആ പാട്. എന്റെ ആളി ഇതൊക്കെ എങ്ങനെയോ പഠിക്കുന്ന. എന്റെ ബോഡിയൊക്കെ വൻ ഷോക്കായി ഗൈസ്. അയ്യോ ഇപ്പൊ വീണേനാ. സത്യമായിട്ട് എൻ ഗെയിമിലെ തോറിന്റെ ബോഡി കണക്കായി വയറൊക്കെ കണ്ട. അത് കണക്ക്, അതുകൊണ്ട് ഇന്നോട്ട് ഓടിയില്ലെങ്കിൽ ശരിയാകത്തില്ല. എന്തായാലും നമ്മൾ 75 എടുക്കും വേണ്ട. നടക്കത്തില്ല എന്നൊന്നും പറയത്തില്ല, നടക്കും അത്രയല്ലേ. എല്ലാ ദിവസവും ചെയ്യണം. 1 മണിക്കൂർ എക്സസൈസ് എല്ലാ ദിവസവും നടക്കുകയോ ഓടിയോ ജിമ്മിൽ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പുതിയ ഇൻഫർമേഷനൊക്കെ എല്ലാ ദിവസവും കളക്ട് ചെയ്ത് 3 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ച് സെറ്റാക്കും. മോനെ ഷുഗറൊക്കെ കട്ട് ചെയ്ത് പഴയവരാക്കണം. ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കാം. പറ്റും.
ഇതൊക്കെ ഉണ്ട ഇത് മൈൻഡിനകത്ത് സംസാരിക്കുന്ന സാധനങ്ങളാ ഞാനിങ്ങനെ പറയുന്നത്. ഗൈസ് ഇവിടെ കണ്ട നമ്മുടെ സ്വത്തിനെ പോലില്ലേ, നിങ്ങൾക്ക് തോന്നണ്ട സ്വത്തിനെ പോലില്ലേ ഇവിടെ കാണാൻ. മോർണിംഗ് എക്സർസൈസ് കഴിഞ്ഞു ഗൈസ്. ഇതിനിടയ്ക്ക് നമ്മൾ രാവിലെ തന്നെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ട്രേഡ് എടുത്തായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് അടിച്ച്. രാവിലെ ഒരു പ്രോഫിറ്റ്. ഇപ്പൊ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഇന്നത്തെ $213. പിന്നെ ഞാൻ കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ അപ്പൊ ഞാൻ വിഡ്രോ ചെയ്ത് നേരത്തെ ഇപ്പൊ രാവിലെ കുറച്ച് വിഡ്രോ ചെയ്ത് ഇപ്പൊ ഒരു $114 നമ്മുടെ വോളറ്റിലോട്ട് മാറ്റിയിട്ട് അവിടെ വിഡ്രോ ചെയ്യണം. അതിന്റെ ബേസ് ക്യാപിറ്റലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ $500 വേറെ കിടപ്പുണ്ട് കണ്ട. കാരണം നമ്മൾ കിട്ടുന്ന പൈസ അപ്പൊ ഇങ്ങനെ വിഡ്രോ ചെയ്ത് വെച്ചേക്കണം. ഇത്തിരി വിഡ്രോ ചെയ്തില്ലെങ്കിൽ എന്തോന്നാ നമ്മൾ മൈൻഡൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഓവർ എക്സൈറ്റഡ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി അലമ്പായി കഴിഞ്ഞാലേ അതും കൂടെ അടിച്ചു കളയണം. എന്തിനാ അതാകുമ്പോൾ ഞാൻ അന്നന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അന്ന് തന്നെ വിഡ്രോ ചെയ്യും. അല്ലാണ്ട് ഈ പ്രോഫിറ്റ് കണ്ട് മാത്രം എനിക്ക് ഹൈ കിട്ടിയിട്ട് കാര്യമില്ല, അതെൻ്റെ കയ്യിലോട്ട് ഇടണം. ഭയങ്കര ചൂടാ ഗൈസ് പുറത്ത്, അതുകൊണ്ട് നമ്മൾ നറുട്ടാനെ പിടിച്ച് റൂമിൽ ഇട്ടിരിക്കുകയാണ്. ആൻഡ് ബൈ ദ വേ ഗൈസ് ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $340, അറൗണ്ട് 32,000 രൂപ മുകളിൽ കണ്ടുണ്ട്. അപ്പം അത്രയും രൂപ ഇന്ന് പ്രോഫിറ്റ് കിട്ടി. അപ്പം എന്തായാലും ഗൈസ് അച്ഛനോട് പറഞ്ഞ പോലെ നമുക്ക് കുറെ പടക്കങ്ങൾ വാങ്ങാം വൈകുന്നേരം പൊട്ടിക്കാനുള്ള. നമ്മുടെ ഒരു ചങ്കുപൊടിയെ കണ്ടിരിക്കണം. എത്ര വാങ്ങി മൊത്തമായി കട ഇവിടെ വാങ്ങിച്ചേക്കോ. ഇതേപോലത്തെ 3 നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മളിത് കത്തിക്കാൻ പോവാണ്. ഓക്കെ എത്രയാണ് 125? ആ പോയാ താഴോട്ടൊക്കെ കണ്ടു. അടുത്തിട്ട് ഗൈസ് ഈ മാലപ്പടക്കം കേട്ടോ നമ്മൾ ഊട്ടിക്കാൻ പോകുന്നു. പൊളിയേ ഗൈസ്. അടുത്തിട്ട് നമ്മൾ ഗിറ്റാർ എത്തിക്കാൻ പോകണം. ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗിറ്റാർ എത്തിക്കുന്നത്. ആണ് കൈ പിടിച്ചാ പിന്നെ ഇത് ചാരിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. മുട്ടി മുട്ടി അടി ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് എന്താണെങ്കില്. റെക്കോർഡ് ചെയ്തു. റെക്കോർഡിംഗ് ആണ്. കാണിക്കുന്ന ഇങ്ങനെയാണ് തിരിച്ചു വെച്ച് റെക്കോർഡ് ചെയ്തിരിക്കണം. പോകുന്നില്ലേ? അയ്യേ ഞാൻ നോക്കട്ടെ എന്റെ മോന്ത വന്നാ.
എന്റെ ദൈവമേ കാറടഞ്ഞു പോയിട്ടാ